ഹലോ വെൽക്കം ബാക്ക്. സോ 2025 ഇനിയുള്ള മാസങ്ങൾ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 പരീക്ഷകളാണ് നമുക്ക് നടക്കാനുള്ളത്. ഒന്ന് ഓൾറെഡി നമുക്ക് ജൂലൈയിൽ ഡേറ്റ് വന്നിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എക്സാം, പിന്നെ നമുക്ക് പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സും എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാമും നടക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 എക്സാംസിനും അപ്ലൈ ചെയ്തവരുണ്ടാവും, ഇതിലേതെങ്കിലും രണ്ടെണ്ണത്തിനോ ഒരെണ്ണത്തിനോ അപ്ലൈ ചെയ്തവരുണ്ടാവും. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇനിയുള്ള മാസങ്ങള് കൃത്യമായി പ്ലാൻ ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇപ്പോ എയുടെ സിലബസ് വന്നപ്പോ എക്സാം എഴുതുന്നവർക്ക് അറിയാം, നേരത്തെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു. ഇനി പോളി ലെക്ചററിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റും ചേഞ്ചസ് ഉണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പഠിച്ച് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ സിലബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ സിലബസിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കുക, റിവിഷൻ ചെയ്യുക, ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. ഇതാണ് അതിനുള്ള ഒരു മെത്തേഡ്. ബേസിക്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ തറോ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ സിലബസ് അനുസരിച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. കാരണം അത്രയും നമുക്ക് ടൈം കിട്ടുള്ളൂ. മാക്സിമം 3 months ആണ്. അത് ചിലപ്പോ 2.5 months അങ്ങനെയൊക്കെ വരാം സിലബസ് വന്നിട്ട് നമുക്ക് പഠിക്കാനുള്ള സമയം. അപ്പൊ സിലബസ് വരാൻ കാത്തിരിക്കാതെ ബേസിക്സ് എപ്പോഴും നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ബേസിക്സ് തറോ ആക്കിക്കൊണ്ടിരിക്കുക. ബാക്കി വരുന്ന അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിച്ചു പോവുകയും ചെയ്യാം. ഇപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന് നമുക്ക് ഓൾറെഡി സിലബസ് വന്നതുകൊണ്ട് തന്നെ അതിന് പഠിച്ചു തുടങ്ങേണ്ടവരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ലെർണിനോയിലാണെങ്കിലും നമ്മുടെ കോഴ്സ് ഏകദേശം ഒരു പകുതി മോഡ്യൂളിലൊക്കെ എത്തി നിൽക്കുവാണ്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനും കൂടിയാണ് നമ്മൾ കോഴ്സ് പോകുന്നത്. ഓരോ വീക്കിലും എക്സാംസ് ഉണ്ട്, കൃത്യമായ റിവിഷൻ ക്ലാസ്സസും MCQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഈ ബാച്ച് നമ്മൾ പോകുന്നത്. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അത് കൂടാതെ നമ്മൾ മറ്റുള്ള എക്സാംസിനായിട്ട് നമ്മൾ കുറച്ച് കോഴ്സസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഞാനൊന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഉള്ള കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ ക്രാഷ് കോഴ്സ് ആണ്. അതിപ്പോ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ബാച്ച് ആണ്. അപ്പൊ അതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇനിയും ജോയിൻ ചെയ്യാം. ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ക്ലാസ്സസ് ഒക്കെ അല്ലെങ്കിൽ പ്രീവിയസ് നമ്മൾ ഓരോ ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങളൊന്ന് എക്സ്ട്രാ ടൈമിൽ റിവൈസ് ചെയ്യണം എന്നേ ഉള്ളൂ. അതില് കൃത്യമായി നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്ത് ലെക്ചേഴ്സും MCQസും അതേപോലെ തന്നെ അതിന്റെ തന്നെ നോട്ട്സ്, ടെസ്റ്റ് സീരീസ്, ഓരോ വീക്കിലും മോഡ്യൂൾ ഹൈലൈറ്റ്, മാരത്തോൺ MCQ എല്ലാം ആ ഒരു കോഴ്സിൽ വരുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ബുക്ക് ബണ്ടിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, എയ്തർ MCQ സെറ്റ് അല്ലെങ്കിൽ ഹാൻഡ് ബുക്ക് സെറ്റ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ നമ്മൾ വേറൊരു സ്പെഷ്യൽ കോഴ്സ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, MCQ ആൻഡ് ടെസ്റ്റ് സീരീസ് കോഴ്സ് ആണ്. അതില് നമ്മള് മെയിൻ കോഴ്സിൽ നിന്നുള്ള MCQസും അതുപോലെ ടെസ്റ്റ് സീരീസും മാത്രം വെച്ചുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. ലെക്ചേഴ്സോ അല്ലെങ്കിൽ നോട്ട്സോ ഒന്നും ഇതിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രം മതി, ടെസ്റ്റും ചെയ്താൽ മാത്രം മതി എന്നുള്ളവർക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. ഇതിൽ ബുക്ക് ബണ്ടിൽ വരുന്നില്ല. സോ ആ ഒരു കോഴ്സ് എടുക്കണം എന്നുള്ളവർക്ക്, ഇനി ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. ഇനി നമുക്കൊരു 2 മാസം കൂടിയാണ് സമയമുള്ളത്. അപ്പൊ ആ സമയത്ത് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച്, ഇപ്പൊ നിങ്ങൾക്ക് തിയറി നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ച് ടെസ്റ്റ് സീരീസുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോവാം. ഓക്കെ, ഗേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനും ഒപ്പം പോളി ലെക്ചററിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 2-in-1 കോഴ്സ് എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. സോ നിങ്ങൾക്ക് ഈ എക്സാമിന് ഉള്ളത് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്കേ പോളി എക്സാം വരുള്ളൂ. അപ്പൊ പോളി എക്സാമിനും പ്രിപ്പയർ ചെയ്യാം. അതിന്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സസ് ഒക്കെ അതിനകത്ത് വരും. 2-in-1 കോഴ്സ്. ഇനി പോളി ലെക്ചറും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും വേണ്ടി അതിന് മാത്രമായിട്ടും നമുക്ക് 2-in-1 കോഴ്സ് ഉണ്ട്. ഇനി ഈ പറഞ്ഞ 3 എക്സാം എഴുതുന്നവർക്ക് 3-in-1 കോഴ്സ് ഉണ്ട്. അപ്പൊ ഈ 2-in-1 കോഴ്സിലും 3-in-1 കോഴ്സും എടുക്കുന്നവർക്ക് നമ്മുടെ ഫുൾ സെറ്റ് ബുക്കും ഫ്രീ ആണ്. അതായത് 8 ബുക്സ് വരും. ഹാൻഡ് ബുക്സ്, തിയറി വരുന്ന 3 ബുക്കും MCQs വരുന്ന 5 ബുക്കും, അങ്ങനെ 8 സെറ്റ് ബുക്ക് എന്ന് പറയുന്നതിന് ഒരു ഫുൾ പാക്കേജ് ആണ്. നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുന്ന പോലെയാണ്. കംപ്ലീറ്റ് കണ്ടന്റ്സ് നമ്മൾ ഏതൊരു ഇലക്ട്രോണിക്സ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാനുള്ള കംപ്ലീറ്റ് കണ്ടന്റ്സ് അതിൽ അവൈലബിൾ ആണ്. അപ്പൊ ആ ബുക്സും കിട്ടും, ഒപ്പം ഈ കോഴ്സും കിട്ടും. കൃത്യമായ സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടാവും. എക്സാമിന്റെ ഡേറ്റ് സിലബസും വന്നു കഴിഞ്ഞാൽ ഏതൊരു കോഴ്സിനാണെങ്കിലും കൃത്യമായ സ്റ്റഡി പ്ലാനും സ്റ്റഡി ഗോളും നമ്മൾ പോകുന്നുണ്ട്. അതേപോലെ ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. സിലബസ് എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ എക്സാമിന്റെ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും ലൈവ് സെഷൻസും ഉണ്ടാവും. അതായത് നമുക്ക് ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഒക്കെയുള്ള സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡഡ് സെഷൻസ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇപ്പൊ ലൈവ് ക്ലാസ്സുകളാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ റെക്കോർഡഡ് സെഷൻസ് മാത്രം നോക്കി പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറെ റെക്കോർഡഡ് ക്ലാസ്സസ് തരിക എന്നിട്ട് നിങ്ങൾ പഠിച്ചോളൂ എന്ന് പറയല്ല. ഓരോ ദിവസവും കൃത്യമായി എന്ത് പഠിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ പോർഷൻസിൽ നിന്നും നമ്മൾ എല്ലാ വീക്കെൻഡ്സിലും ഈ പറഞ്ഞതുപോലെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ റിസൾട്ട് നെക്സ്റ്റ് ഡേ വരും. അതിലെ ആരാണ് ടോപ്പർ എന്നുള്ളതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായി നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എനിവേ നിങ്ങൾ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതിനകത്തൊക്കെ കുറെ ഫ്രീ കണ്ടന്റ്സ് ഉണ്ട്. അപ്പൊ ആ ഫ്രീ കണ്ടന്റ്സ് കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ക്ലാസ് എടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഓൾറെഡി അതിനകത്തുള്ള ഫ്രീ കണ്ടന്റ് കൂടാതെ ഏതെങ്കിലും കണ്ടന്റ്സും കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്ന് ആക്സസ് ചെയ്യണം, നോക്കിയിട്ട് ക്ലാസ് എടുക്കാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൽ ഫ്രീ ആക്സസ് തന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 year വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ആ കോഴ്സ് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ഇനിയുള്ള മാസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൃത്യമായി പഠിക്കുക. ഇതില് റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു.